നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിലും എനിക്ക് വളരെ സന്തോഷം. ഗോൾഡിന്റെ വില കയറി 15,000 പിങ്ക് 25-ന് പോയി ഇന്നലെ. നൈറ്റ് വന്നിട്ട് അമേരിക്കയിൽ ഒരു ചെറിയ കറക്ഷന്, ഇവിടെയും കറക്ഷൻ 19,960 ഇരിക്കുന്നു. ഇത് വന്നിട്ട് 22 ക്യാരറ്റ് ഗോൾഡ് ആണ്. 1320 ഇരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡ് 16,320. നിങ്ങൾ ഇതിനെ നോക്കുമ്പോൾ 24 ക്യാരറ്റ് നോക്കുവാണെങ്കിൽ 17,000-ന് ക്രോസ് ആകും. ഇതൊരു ചീപ്പായി ഇട്ടാൽ 16,000-ന് കുറഞ്ഞ് 22 ക്യാരറ്റ് കിട്ടൂല. നിങ്ങൾ ആൻറ്റിക് പോലത്തെ പീസ് വാങ്ങുവാണെങ്കിൽ ഇതിൻ്റെ വില കൂടും. 387 രൂപയിലിരിക്കുന്നു. ഇന്ത്യയിൽ ഒരു പ്രീമിയത്തിൽ ട്രേഡ് ആകുന്നു. എന്തെന്ന് വെച്ചാൽ ബഡ്ജറ്റിലൊരു ടാക്സ് വരും എന്ന് അവർ എതിർനോക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗോൾഡ് കയറുന്നു എന്നതാണ് ഇപ്പോൾ ഉള്ള പേച്ച്. വില വന്നിട്ട് 5,000-ന് ക്രോസായി പോകുന്നു. വൺ ടൈം 5,141 പോയി. അവിടെ ഇരുന്ന് ഇപ്പോൾ 5,090-ൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു $65 കുറവായിട്ട് പോയിരിക്കുന്നു. വന്നിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് ആണ്. ഓൾറെഡി എന്തുകൊണ്ട് ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു എന്നാൽ അന്നേരം ഡീബേസ് ആകുമ്പോൾ ഡോളറിന് വാല്യൂ കുറയും എന്ന കാര്യം കമ്പൽസറി ആയിട്ട് അറിഞ്ഞു എന്ന് പറയുന്നു. എന്നിൽ വന്നിട്ട് അമേരിക്കയും ജപ്പാനും 2 പേരും ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നു. അതായത് വാല്യൂനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ പോവുകയാണെങ്കിൽ ഈ ഫെബ്രുവരി 8-ന് ശേഷം ഒരു സെയിൽസ് ടാക്സിനെ കട്ടാക്കുവാണെങ്കിൽ ഇൻഫ്ലേഷൻ കയറും, ഓൺ ഡീൽഡ് കയറും. 2 മേജർ മാർക്കറ്റിൽ പ്രഷർ കൂടുതലിരിക്കുന്നു. അതേസമയം യൂറോപ്പിനും അമേരിക്കയ്ക്കും ടെൻഷൻ ശരിയായിട്ടില്ല. ഇതൊക്കെ നോക്കുമ്പോൾ ഡോളർ ഭയങ്കരമായിട്ട് വീക്കായിരിക്കുന്നു. സിംഗപ്പൂർ ഡോളറിനെ നിങ്ങളൊരു പ്രോക്സിയായി എടുക്കുവാണെങ്കിൽ ഇതെന്ന് വെച്ചാൽ അതൊരു ഫ്ലോട്ടിംഗ് കറൻസി. UAEയും ഹോങ്കോങ്ങും ഫ്ലോട്ടിംഗ് കറൻസി ഇല്ല. എന്തെന്ന് വെച്ചാൽ അവർ $2 ഈ സിംഗപ്പൂർ കറൻസി നോക്കുവാണെങ്കിൽ 11 വർഷത്തിൽ കാണാതെ അത്രയും അമേരിക്കയെക്കാട്ടിലും ഹൈ ആയിരിക്കുന്നു. ദാറ്റ് മീൻസ് 2025-ൽ 2014-ൽ ഏത് ലെവലിൽ ഇരുന്നോ അത്രയും ദൂരത്തിന് അത് ചെന്നിരിക്കുന്നു. അത്രയും ദൂരം സിംഗപ്പൂർ ഡോളർ വന്നിട്ട് ഗെയിൻ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഡോളർ, യൂറോ, ബ്രിട്ടീഷ് പൗണ്ട് എല്ലാം ഗെയിൻ ആയിരിക്കുന്നു. അമേരിക്കൻ ഡോളർ വീക്കായിരിക്കുന്നു. അമേരിക്കൻ ഡോളർ വീക്കനായ ഗോൾഡ് സ്ട്രെങ്തൻ ആകുമെന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വർണം ഇന്ന് ഭയങ്കര സ്ട്രെങ്തൻ ആയിരിക്കുന്നു. ഇതാണ് ന്യൂസ്. 15,000 എന്ന് പറയുന്ന ടാർഗറ്റിനെ ഇപ്പോൾ തൊട്ടിട്ടുണ്ട്. വർഷത്തിൽ റെക്കോർഡ് ഇമ്പോർട്ട് ഓഫ് ഗോൾഡ്സ് ആൻഡ് സിൽവർ ഇതിനകത്തന്നെ $68 ബില്യൺ ഗോൾഡ് ആൻഡ് സിൽവർ നമ്മളെ സ്ഥലങ്ങളിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു 2025 കാലണ്ടർ ഇയറിൽ. ഇത് വന്നിട്ട് ഒരു വരലാട് കാണാത്ത റെക്കോർഡാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൽ നമ്പർ 2 വന്നതൊക്കെ കൗണ്ടിങ് അല്ല. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് നമ്പർ 2-ൽ ഗോൾഡ് അകത്ത് വന്നു. അതിൻ്റെ ശേഷം തന്നെ ഗോൾഡ് ടാക്സ് കുറച്ചായിരുന്നു. എനിക്ക് ഓർമ്മയായിരിക്കും ഒരു പ്രമുഖർ മെഡ്രാസിൽ വന്ന് AJ കണക്ട് ഗോൾഡ് അടിച്ചതിന് പിടിച്ചു. അപ്പോൾ ഇത് വന്നിട്ട് ഒരു സൈഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് ആളിനെ കുറിച്ച് സീരിയസ് ആയി എടുക്കരുതെന്ന് പലവട്ടം നിങ്ങളടുത്ത് പറഞ്ഞു. അവരെന്ത് പറഞ്ഞു എന്നാൽ ഗോൾഡ് $27,000 പോകുമെന്ന് പറയുന്നു. പോയിരിക്കുന്നത് $5,000. ഇന്നിരുന്ന ഒരു 5 മടങ്ങ് പോകുമെന്ന് പറയുന്നു. ഇന്ന് പോകുമോ പോകത്തില്ല, നാളെ പോകുമോ പോകത്തില്ല, 2 വർഷം കഴിഞ്ഞ് പോകുമോ എന്ന് ചോദിച്ചാൽ പോകില്ല, 5 വർഷത്തിൽ പോകുമോ എന്ന് ചോദിച്ചാലും പോകില്ല. ഹിസ്റ്ററിയിൽ എന്നോ ഒരു ദിവസം പോണതിന് എടുത്ത് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നെ പൊറുത്ത മട്ടിൽ ജൂൺ വരെ കയറാൻ ചാൻസ് ഇരിക്കുന്നു. ജൂണിൽ ഇവർ ആരെ ഇടുന്നു എന്നതിനെ നോക്കണം. ഇതറിയാം. അടുത്ത ഇലക്ഷനിൽ ഇവർ തോക്കുവാണെങ്കിൽ ലേം ഡക്ക് ആയെങ്കിൽ സക്സസ് ചെയ്യണതൊക്കെ നിൽക്കും. ജുൻജുൻവാല എൻ്റെ വൈഫ് രേഖ ജുൻജുൻവാല ഇന്ത്യൻ ഹോട്ടൽസിൽ അവരെ സ്റ്റോക്കിന് കുറച്ചിരിക്കുന്നു. 1% വിറ്റിരിക്കുന്നു. സ്റ്റോക്ക് 1% വിറ്റിരിക്കുന്നു. സൺ ഫാർമയും സിപ്ലയും ഡ്രഗ്സിൽ റീകോൾ ചെയ്യണത് പോലെ ഇരിക്കുന്നു. അമേരിക്കയിൽ സൈറസ് ലൈഫ് സയൻസസിന് ഒബ്സർവേഷൻ ഇട്ടിരിക്കുന്നു. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലേണിങ്ങിനെ മാറ്റണം. അതായത് നിങ്ങളെ ഫാക്ടറിയിൽ ഇതൊന്നും ശരിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. തമിഴ്നാടൊപ്പം ചേർന്നിരുന്ന മിൽക്കി മിസ്റ്റ് മഹാരാഷ്ട്രയിൽ പാരാമത്തിയിൽ അവർ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു. ഡമാസിൽ 1,130 കോടി രൂപയ്ക്ക് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നു. കരൂർ വ്യവസായ ബാങ്ക് വന്നിട്ട് സുമാർ 39% പ്രോഫിറ്റ് കയറിയിരിക്കുന്നു. ഇതന്നെ ഞാൻ പറഞ്ഞത് ആദ്യം. ആദ്യം ഈ ബാങ്ക് ട്രബിളിലാണ് ഇരുന്നു. റൗണ്ട് ചെയ്ത് കാണിച്ചു. കാരണം പ്രിയർ ശേഷാദ്രി
PR ശേഷാദ്രി തന്നെ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് നമ്മൾ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനൊക്കെ സബ്സിഡി കൊടുക്കണമെന്ന് ഇന്നും ഗവൺമെൻറ്റിനെ ചോദിക്കുന്നു. അതായത് 2026 ഫുൾ ഹെൽത്ത് അത് മോഡൽ കാർ അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഒരു കാലത്തിൽ നമ്മൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കൺസിഡർ ചെയ്തു. ടാറ്റ പാസഞ്ചർ ആൻഡ് ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഈ വർഷം ഇതുവരെയ്ക്കും ടാറ്റ കമേഴ്ഷ്യലിനും അശോക് ലേലാൻഡിനും സൂപ്പറായിട്ടുള്ള ഇയർ ആയിരിക്കുന്നു. ഈ മൂവ്മെൻറ്റ് അടുത്ത വർഷത്തിലും കണ്ടിന്യൂ ആകുന്നു എന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയൻ 15,000 യൂറോപ്യൻ യൂണിയൻ്റെ മുകളിലിരിക്കുന്ന കാറിന് ടാക്സിനെ കുറയ്ക്കുന്നു. കാരണം ഇന്ന് ഹുണ്ടയും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും വെളുമിരിക്കുന്നു. ടാറ്റയ്ക്ക് ആക്ച്വലി ഇത് ഗുഡ് ന്യൂസ് ആണ്. എല്ലാ ലാൻഡ് റോവറിന് അവിടെ നിന്ന് ചീപ്പായി ഇറക്കുന്നത് ഇപ്പോൾ ഇവർക്ക് ഈസിയാണ്. ഇന്ത്യൻ ഓട്ടോ കമ്പനീസിക്ക് ഇതൊരു വലിയ ഷോക്കാണ്. പോയ ആഴ്ചയിൽ ടോപ്പ് ഇന്ത്യൻ കമ്പനീസ് 2 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പിൽ നഷ്ടമാണ്. ഇൻഫോസിസ് പറഞ്ഞിരിക്കുന്നു വർക്ക് ഫ്രം ഹോമിന് ഒരു ക്വാർട്ടറിന് 5 ഡേയ്സ് കുറയ്ക്കാൻ പോണതായിട്ട് പറഞ്ഞിരിക്കുന്നു. ആരൊക്കെ വർക്ക് ഫ്രം ഹോം തന്നെ വേണമെന്ന് പറയുന്നു അവരെ സീറ്റ് ക്ലിച്ച് വീട്ടിൽ അയക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം വന്നിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പേ വിപ്രോയും മറ്റ് കമ്പനീസും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. നെറ്റ്ഫ്ലിക്സോட CEO என்ன சொல்கிறார்ல ഈ പാരമൗണ്ടൊക്കെ ജോലിക്കാകത്തില്ല വാറൻ ബ്രദേഴ്സും എന്ന് പറയുന്നു. ഡീല് ഓൾ ക്യാഷ് അഗ്രിമെൻറ്റ് വാങ്ങിയുകൊണ്ട് ഓടിപ്പോ എന്ന് പറയുന്നു. മൈക്രോസോഫ്റ്റ് എന്ത് പറയുന്നു എന്നാൽ പുതിയ ചിപ്പ് ഒന്ന് അവർ റെഡി ചെയ്തിട്ടുണ്ട്. AI ചിപ്പ് എന്ന് എൻവിഡിയയൊപ്പം കോമ്പറ്റീറ്റ് ചെയ്യും. സോ എൻവിഡിയ വന്നിട്ട് പ്രഷറിലിരിക്കുന്നു. ആൾറെഡി ഗൂഗിൾ ഒരു ചിപ്പ് ഇട്ട് കാണിച്ചിരിക്കുന്നു. അത് വന്നിട്ട് എൻവിഡിയയെക്കാട്ടിലും ചീപ്പറാണ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റും പുതു ചിപ്പ് വിട്ടിട്ടുണ്ട്. എൻവിഡിയയുടെ ടൈം വന്നിട്ട് ഇപ്പോൾ ഓവറാണ്. പതിയെ ഇവരും ഹാർഡ്വെയറിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ ഡേറ്റാസൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയമാണ് ഇവരുടെ ഹാർഡ്വെയറിൽ നിന്ന് ഇവരിട്ട് നോക്കുന്നു. പ്രഷർ വന്നിട്ട് എൻവിഡിയ സ്റ്റോക്ക് ടൈമിന് വരണം. എൻവിഡിയ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ വാരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ് ഇരിക്കുന്നു. അതാണ് US ഫെഡറൽ റേറ്റ്. വെനസ്ഡേ നൈറ്റ് എന്ന് ജെറോം പോൾ മീറ്റിങ്ങിൽ സംസാരിക്കുമെന്ന് പറയുന്നു. അവരും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ റേറ്റിനെ കയറ്റത്തില്ല എന്നാണ്. വലിയ ഡിസപ്പോയിൻമെൻറ്റ് എന്തെന്ന് വെച്ചാൽ റേറ്റിനെ കുറയ്ക്കത്തുമില്ല. അത് പ്രസിഡന്റ് ട്രംപിന് റെഡ് കാർഡാണ്. കാർഡ് കാണിക്കുന്ന പോലെയാണ്. ഒരു ബുൽ പോലെ അവർ തിരികെ വരും. ജെറോം പോളിനും ട്രംപിനും എതിരെ ഈ ആഴ്ചയിൽ നമുക്കൊരു ചെറിയ കാഴ്ച നോക്കാം. എന്തെന്ന് വെച്ചാൽ റേറ്റിനെ കുറയ്ക്കാൻ ഏതൊരു റീസണും ഇല്ല എന്ന് അവർ തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ ഹാർഷായിട്ട് പറയുവാണെങ്കിൽ ഗോൾഡ് ഒരു $100 തോളെ ഇറങ്ങാം. ട്രംപ് അടിക്കും ചവിട്ടും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം $100-200 കയറും. ഇനിയും യൂറോപ്യൻ യൂണിയനും ഞങ്ങളൊരു ഡീൽ അഗ്രി ചെയ്തിരിക്കുന്നു. ഇന്നും 4-5 മാസത്തിൽ ഫുൾ ഡീൽ റെഡിയാവുമെന്ന് പറയുന്നു. ഇതിന് സ്കോട്ട് ബെസന്റ് അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ത് പറയുന്നു എന്നാൽ തീവ്രവാദികളായി റൂൾ ചെയ്യാൻ പറ്റ നാട്ടിന് ഹെൽപ്പ് ചെയ്തതിനായിട്ട് ഓയിൽ വാങ്ങാൻ 2 നാട് സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്ത് പറയുന്നു എന്നാൽ റഷ്യയുടെ അടുത്ത് നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി അത് റഷ്യൻ ഓയിൽ വാങ്ങി റിഫൈൻ ചെയ്യുന്ന യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ചേർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. അതേസമയം ട്രംപും സൗത്ത് കൊറിയയും തനി ന്യൂസ് തനി ഡെവലപ്മെൻറ്റ്. മുമ്പ് സൗത്ത് കൊറിയനെ എന്ത് വെച്ച് മിരട്ടുന്നു എന്നാൽ നിങ്ങൾ പ്രേ ഡീൽ ഡിലേ ചെയ്യുന്നു, നിങ്ങൾ പർപ്പസായിട്ട് തന്നെ ഡിലേ ചെയ്യുന്നു. മുമ്പറിൽ പാസ്സായത് ഇന്ന് വരെ പാസ്സായിട്ടില്ല. കാരണം നിങ്ങളുടെ മുകളിൽ സാങ്ഷൻസ് വരും. 25% സാങ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതും വന്നിട്ട് കൺഫ്യൂഷൻസിന് ആഡാകും. ഓവറാളെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് സൈഡ് വൈസ് മൂവ് ആകും. ഈ വിളാനും ചാൻസ് വളരെ നന്നായിരിക്കുന്നു. 24,900 തരുന്ന 26,000 അകത്ത് തന്നെ മാർക്കറ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ബെൽ നോട്ടിഫിക്കേഷൻ ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.